ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കൾ കടന്നു വന്ന് പിന്നീട് ആ തൗഹീദ് മെല്ലെ ശിർക്കിലേക്ക് വഴിതെറ്റിപ്പോയി. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികൾ അവരിൽ നിന്ന് പിൻകാലത്ത് പിന്നീടും ശിർക്കിലേക്ക് വഴിതെറ്റിപ്പോയി. ഇത് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തൗഹീദിന്റെ വിഷയത്തിൽ അതുകൊണ്ട് മാത്രം നിർഭയത്വം ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് ഭയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് നമ്മളെല്ലാം നമസ്കാരത്തിൽ നിർബന്ധമായിക്കൊണ്ടും പാരായണം ചെയ്യേണ്ട സൂറത്തായി സൂറത്തുൽ ഫാത്തിഹയെ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു സൂറത്ത് നമസ്കാരത്തിൽ ഓതിയില്ലെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാണത്? ആ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ എടുക്കുന്നത് തൗഹീദിന്റെ പ്രതിജ്ഞയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ തൗഹീദിന്റെ പ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മൾ അല്ലാഹുവിൽ ആവശ്യപ്പെടുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്ത് മുസ്തഖീമിൽ നീ എന്നെ വഴി നടത്തണം. ഇതാരാണ് പ്രാർത്ഥിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് നമസ്കാരത്തിന് വുളുവെടുത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കാരത്തിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്നെ നീ സിറാത്ത് മുസ്തഖീമിലാക്കണം. പിന്നീട് പറയുന്നത് എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ സിറാത്ത് മുസ്തഖീം നിന്റെ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖുകളുടെയും മാർഗമാണ്. പിന്നെ നാം പറയുന്നത് എന്താണ്? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗമല്ല. എന്തിനാണ് അമ്പിയാക്കന്മാരുടെ മാർഗത്തിലാണ് നീ എന്നെ ചേർത്തേണ്ടത്, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിൽ അല്ല എന്ന് പ്രത്യേകമായിക്കൊണ്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന എന്തിനാണ്? ഈ അമ്പിയാക്കന്മാരുടെ മാർഗം വിട്ട് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിലേക്ക് പോകാൻ ഒരുപാട് 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 അവസരങ്ങളും ചാൻസുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ മുമ്പിൽ ഉണ്ട്.